മാക്കി അക്ക അമ്മ എൻ്റെ മൺമറഞ്ഞുപോയ അമ്മയാണ്. എൻ്റെ ചെറുപ്പം മുതൽ അമ്മ നാട്ടുവൈദ്യം ചെയ്ത് പലർക്കും വിതരണം ചെയ്യുന്ന കാഴ്ച എൻ്റെ മനസ്സിൽ ഇന്നും വിരാജിക്കുകയാണ്. അമ്മയുടെ ഓർമ്മയ്ക്കായി പച്ചമരുന്നുമായി ബന്ധപ്പെട്ട ഈ സ്ഥാപനം മാക്കി അക്കമ്മ ഹെർബൽസ് എന്ന പേരിൽ ഞാൻ സമൂഹത്തിന് സമർപ്പിക്കുന്നു. നമസ്കാരം. നമ്മളിപ്പോഴുള്ളത് വയനാട് മാനന്തവാടിക്കടുത്ത ദ്വാരകയിൽ പ്രേമരാജൻ വൈദ്യരുടെ വീട്ടിലാണ്. അദ്ദേഹം നമ്മളോട് ഇപ്പോൾ പങ്കുവയ്ക്കാൻ പോകുന്നത് വിചിത്രമായൊരു സ്വപ്ന ദർശനത്തെക്കുറിച്ചാണ്. തൻ്റെ ഒരു സ്വപ്നത്തിൽ മാരകമായ ക്യാൻസറിനെ കുറിച്ച് ഉള്ള ഒരു ചികിത്സാവിധി അദ്ദേഹത്തിന് സ്വപ്ന ദർശനമായി കിട്ടിയെന്നാണ് അദ്ദേഹം നമ്മളോട് പറയാൻ പോകുന്നത്. ആ സ്വപ്ന ദർശനം എന്തായിരുന്നു എന്ന് ഇപ്പോൾ വൈദ്യർ നമ്മളോട് പങ്കുവയ്ക്കുന്നതാണ്. തികച്ചും അവിശ്വസനീയം എന്ന് തോന്നാവുന്നതും ശാസ്ത്രീയമായ അടിത്തറയില്ലാത്തതും ആണെന്ന് മറ്റുള്ളവർക്ക് തോന്നുന്നതായ ആ സംഭവം 100% സത്യമാണ്. അന്ന് ഞാൻ ബിൽഡിങ്സ് ജോലി ചെയ്യായിരുന്നു. ക്ലർക്കായിട്ട് ജോലി ചെയ്യുന്ന ഒരു സർക്കാർ ജീവനക്കാരനായിരുന്നു. അന്ന് ഞാൻ വെരിക്കോസിനൊരു തൈലം ഉണ്ടാക്കുമായിരുന്നു. അതാണ് ആദ്യം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ആ സമയത്താണ് ആ സ്വപ്ന ദർശനം എനിക്ക് കിട്ടിയത്. ഇങ്ങനെ സ്വപ്ന ദർശനത്തിലൂടെ പലർക്കും മരുന്ന് കിട്ടും എന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെൻ്റെ അനുഭവത്തിൽ വന്നത് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. ബിൽഡിങ്സിൽ ജോലി ചെയ്യുമ്പോൾ ഞാൻ പല ചെടികളും മണത്തു നോക്കുന്നൊരവസ്ഥ എനിക്കുണ്ടായിരുന്നു. ഓഫീസിൻ്റെ മതിലിന്മേൽ ഒരു ചെടി, പ്രത്യേക ഒരു ചെടി, എനിക്ക് പേരറിയാത്തൊരു ചെടി നിൽക്കുന്നത് ഞാൻ കണ്ടു. ഞാനതെടുത്ത് എനിക്കെന്തിനോ അതിനോടൊരാകർഷണം തോന്നി. ഞാൻ പല മരുന്നുകളും പലതും കണ്ടുപിടിച്ചത് യാദൃച്ഛികമായിട്ടാണ്. അങ്ങനെയാണ് ഞാൻ മുട്ടുവേദനൻ്റെ തൈലമൊക്കെ പടുത്ത് കണ്ടുപിടിച്ചതൊക്കെ അങ്ങനെയാണ്. എനിക്ക് മുട്ടുവേദന ഉണ്ടായപ്പോൾ അത് മാറ്റാൻ വേണ്ടിയാണ് മുട്ടുവേദനൻ്റെ തൈലം ഉണ്ടാക്കിയത്. ഇപ്പം മുട്ടുവേദനയ്ക്ക് ഏറ്റവും നല്ലതായിട്ട് എല്ലാവർക്കും ഉപകാരപ്രദമായി മാറുന്നു. ആ ചെടി ഞാൻ മണത്ത് നോക്കി. നല്ലൊരു മണം. ആദ്യമായിട്ട് ഞാനത് മണത്ത് നോക്കിയത് കൊണ്ടായിരിക്കും അതെനിക്ക് വളരെ ഒരു നല്ല ഗന്ധമായിട്ട് തോന്നി. അങ്ങനെ അത് കഴിഞ്ഞു, ഞാനതങ്ങ് മറന്നു. മാസങ്ങൾക്ക് ശേഷം എൻ്റെ വീട്ടിൽ കിടന്നുറങ്ങിയായിരുന്നു. അപ്പോൾ ഒരാശരീരി പോലെ എന്നോട് പറയുകയാണ്, അന്ന് മണത്ത ആ ചെടി കാണിച്ചുകൊണ്ട് ഈ ചെടി ക്യാൻസറിന് പറ്റുന്ന എന്നോട് ആരോ പറയുകയാണ്. സ്വപ്നത്തിൽ അങ്ങനെ പലതും നമ്മൾ കാണുമല്ലോ, പലതും കാണും. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞെട്ടി ഉണർന്നപ്പോൾ ആ മണത്ത ചെടിയുടെ ആ മണം, ആ ഗന്ധം ആ റൂമിൽ നിറഞ്ഞിരിക്കുകയാണ്. ഞാൻ 6 കിലോമീറ്റർ അപ്പുറമുള്ള എൻ്റെ ഓഫീസിൽ വെച്ച് പരിസരത്ത് വെച്ച് മണത്തതിൻ്റെ ആ ചെടിയുടെ മണം 6 മാസങ്ങൾക്ക് ശേഷം ഞാൻ കിടക്കുന്ന എൻ്റെ റൂമിൽ അത് സ്വപ്നം കാണുകയും ആ മണം അവിടെ നിറഞ്ഞിരിക്കുകയും ചെയ്തപ്പോൾ എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. ഞാൻ വെറും സ്വപ്നം മാത്രമാണ് കണ്ടിരുന്നെങ്കിൽ ഞാൻ അത്രയും അതിനോട് ആകർഷണം എനിക്ക് തോന്നില്ലായിരുന്നു. ഞാനാകെ അത്ഭുതപ്പെട്ടു. ഞാൻ പെട്ടെന്ന് ഞെട്ടി ഉണർന്ന്. ക്യാൻസർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും, ഞാൻ പണ്ടേ ഭയപ്പെടുന്ന രോഗമാണ്. എന്തെങ്കിലും ഒരു വയറ്റിലൊരു എവിടെയെങ്കിലും ഒരു മുഴ വന്നാൽ ക്യാൻസറാണെന്ന് സംശയിക്കൂ. വെള്ളം ഇറക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ തൊണ്ടയിൽ വെള്ളം ഇറക്കാൻ പറ്റാതെ ക്യാൻസറാണെന്ന് സംശയിച്ച് ചെറുപ്പത്തിലേ പേടിയാണ് ക്യാൻസറിന്. അങ്ങനെയുള്ള ഒരു മാരക രോഗത്തിന് ഒരു മരുന്ന് ഇതാണെന്ന് അദൃശ്യമായ രൂപത്തിൽ എങ്ങനെയോ ഞാൻ മനസ്സിലാക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷവും അതിന് കവിഞ്ഞ് അത്ഭുതവുമാണ് ഉണ്ടായത്. ഞാൻ എൻ്റെ നട്ടപ്പാതിരൊക്കെ എൻ്റെ ഭാര്യയോടും, അന്ന് ഭാര്യയുടെ അമ്മയുണ്ടായിരുന്നു, അവരോടും ഞാൻ പറഞ്ഞു, ഞാനിതാ ക്യാൻസറിനൊരു മരുന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നട്ടപ്രാന്താണ് പറയുന്നതെന്നാണ് അവർ വിചാരിച്ച. അവരൊരു ക്യാഹെ പോലെ കണക്ക്. പക്ഷെ എൻ്റെ മനസ്സിൽ അതൊന്നും നിറഞ്ഞു നിന്നു. ആ സ്വപ്നം മാത്രമല്ല, ആ ഗന്ധവും എന്നെ എപ്പോഴും പിന്തുടർന്നിരുന്നു. അങ്ങനെ ഞാൻ ആ ചെടി, പേരറിയാത്ത ചെടി ഒരില പറിച്ച് തിന്നോക്കി. ഒരു ദിവസം ഞാൻ ചാവുകയാണെങ്കിൽ ഞാൻ ചാവട്ടെ എന്ന് വിചാരിച്ചു. എല്ലാ ചെടികളും നല്ലതല്ല, ചില ചെടികളുണ്ട്. പക്ഷെ എനിക്കൊന്നും സംഭവിച്ചില്ല. അങ്ങനെ അത് ആവർത്തിച്ചുകൊണ്ടിരുന്നു. എനിക്കൊരു പ്രശ്നമല്ല. അപ്പോഴും ഞാൻ ചിന്തിച്ചു, അപ്പോൾ ഈ ചെടി തിന്നുകൊണ്ട് പ്രശ്നമല്ല, പക്ഷേ ആ മണം അതാണ് എന്നെ എപ്പോഴും പിന്തുടർന്നത്. അതെങ്ങനെ അവിടെ വന്നു? അതാരാണ് കൊണ്ടു തന്നത്? ഈ വൈദ്യന്മാർക്കൊക്കെ, പല വൈദ്യന്മാർക്കും ദാർശനികമായൊരു പിന്തുണയുണ്ട്. എല്ലാവർക്കും വൈദ്യന്മാരാവാൻ പറ്റില്ല. വിദ്യാഭ്യാസവും പഠിപ്പും സമ്പത്തും ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഡോക്ടർമാരാവാൻ പറ്റും. പക്ഷെ വൈദ്യന്മാർക്ക് അങ്ങനെ ആവാൻ പറ്റില്ല. അതിന് നമുക്ക് വേറെ എന്തൊക്കെയോ പിന്തുണ ഉണ്ടായിരിക്കും. അവർക്ക് അതിൻ്റേതായ കഴിവുണ്ടായിരിക്കും.
അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, ഇത് ആർക്കാ കൊടുക്കുക? സ്വപ്നം കണ്ടതെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വാങ്ങുമെന്ന്. ഈ ആധുനിക കാലഘട്ടത്തിൽ ആരും വാങ്ങില്ല. അങ്ങനെ കണിയാമ്പേറ്റയുള്ള എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, എൻ്റെ അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കൂ, അമ്മയ്ക്ക് ക്യാൻസറാണ്, ഭക്ഷണമൊക്കെ കഴിക്കും, പക്ഷേ ലാസ്റ്റ് സ്റ്റേജാണ്. അങ്ങനെ ഞാൻ തേടിയ വള്ളി കാലിൽ ചുട്ടിയ പോലെ ഞാനത് കേൾക്കുകയും ആ ചെടി പറിച്ചെടുത്ത് ഉണക്കിപ്പൊടിച്ച് ചൂർണമാക്കി അതിൻ്റെ കൂടെ വേറെ 2 മരുന്ന്, അതായത് ഒന്ന് രക്തം ശുദ്ധീകരിക്കാനുള്ള, ഒന്ന് വ്രണം പഴുപ്പൊക്കെ ഇല്ലാതാക്കാനുള്ളൊരു മരുന്ന്. ഈ 2 മരുന്നും ഈ ക്യാൻസറിന് ഉള്ള ചെടിയും പറിച്ചെടുത്ത് ഉണക്കി പൊടിച്ച് പിന്നെ ഇതിട്ട് ഞാൻ ഉണ്ടാക്കുന്ന വെരിക്കോസ് തൈലത്തിൽ ഇട്ട് കാച്ചി അതൊരു എണ്ണയാക്കി മാറ്റി. അങ്ങനെ ഞാൻ അവർക്ക് കൊണ്ടു കൊടുത്തു. 1 കൊല്ലം കഴിഞ്ഞപ്പോൾ അവർ മെഡിക്കൽ കോളേജിൽ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ അവർക്ക് ക്യാൻസർ മാറിയിരുന്നു. സത്യത്തിൽ ഞാൻ വല്ലാണ്ട് ഞാനിതാ ക്യാൻസറിന് ഒരു വലിയ മരുന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു. ഞാൻ എവറസ്റ്റ് കൊടുമുടിയുടെ മുകളിൽ കയറിയ പോലെയാണ് എനിക്ക് അനുഭവം ഉണ്ടായത്. ക്യാൻസറിന് നമ്മൾ കൊടുക്കുന്ന ഈ മരുന്നിന് ചില പരിമിതികളുണ്ട്. ഓരോ രോഗികൾക്കും വ്യത്യസ്തമായിരിക്കുമല്ലോ. ഈ ശരീരപ്രകൃതി വ്യത്യസ്തമായിരിക്കും, അവരുടെ ആഹാര രീതികൾ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഓരോ രോഗികൾക്കും കൊടുക്കുമ്പം അത് നോക്കിയിട്ട് വേണം ഇത് മരുന്ന് കൊടുക്കാമെന്ന് പറഞ്ഞു. അതൊന്ന് വിശദീകരിക്കാം. പരിമിതികൾ എന്ന് പറഞ്ഞാൽ രോഗങ്ങൾ പല വ്യക്തികളെയും ബാധിക്കുന്ന പല തരത്തിലാണ്. അവരുടെ ശരീരത്തിൻ്റെ പ്രത്യേകതകളും കൂടി രോഗശമനത്തിന് കാരണമാണ്. ഒരാൾക്ക് മാറിയ പോലെ മറ്റൊരാൾക്ക് മാറിക്കൊള്ളണമെന്നില്ല. ക്യാൻസറിനെ സംബന്ധിച്ച് നമ്മുടെ ശരീരത്തിൽ പ്രതിരോധ ശക്തി നഷ്ടപ്പെടലാണ് ക്യാൻസർ. പ്രതിരോധ ശക്തി ഉണ്ടാക്കുകയാണ് എൻ്റെ മരുന്ന് ചെയ്യുന്നത്. അപ്പോൾ വളരെയധികം ശരീരം മൊത്തം കോശങ്ങൾ വ്യാപിച്ച ഒരാൾക്ക് എൻ്റെ മരുന്നൊന്നല്ല ഒരു മരുന്ന് കൊടുത്താലും മാറില്ല. രോഗി ശരിയായ രൂപത്തിൽ ഭക്ഷണം കഴിക്കുന്ന അവസ്ഥയിൽ അയാൾക്ക് മരുന്ന് കൊടുത്തിട്ട് കാര്യമുള്ളൂ. അതാണ് അതിൻ്റെ പരിമിതി. കാരണം അല്ലാത്ത ചികിത്സയൊക്കെ തൽക്കാലത്തേക്കുള്ള ശമനം ഉണ്ടാക്കുള്ളൂ. സ്വപ്ന ദർശനത്തിലൂടെ എനിക്ക് പ്രകൃതി കാണിച്ചു തന്ന ആ മരുന്ന് ശരിക്കും ഗവേഷണം നടത്തുകയാണെങ്കിൽ ചിലപ്പോൾ ക്യാൻസറിന് പോലെ ഏറ്റവും നല്ല മരുന്ന് അതായിരിക്കാം. അത് നമ്മുടെ സമൂഹത്തിന് ഏറ്റവും അധികം ഉപകാരപ്രദമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ കൗതുകകരവും ആശ്ചര്യജനകവും അത്ഭുതമുളവാക്കുന്ന ഒരു കഥയുമായാണ് പ്രേമരാജൻ വൈദ്യർ ഇന്ന് പങ്കുവച്ചത്. വൈദ്യരുടെ പുതിയൊരു അനുഭവ കഥയുമായി നമുക്ക് വീണ്ടും കാണാം. മാക്കി അക്ക അമ്മ എൻ്റെ മൺമറഞ്ഞുപോയ അമ്മയാണ്. എൻ്റെ ചെറുപ്പം മുതൽ അമ്മ നാട്ടുവൈദ്യം ചെയ്ത് പലർക്കും വിതരണം ചെയ്യുന്ന കാഴ്ച എൻ്റെ മനസ്സിൽ ഇന്നും വിരാജിക്കുകയാണ്. അമ്മയുടെ ഓർമ്മയ്ക്കായി പച്ചമരുന്നുമായി ബന്ധപ്പെട്ട ഈ സ്ഥാപനം മാക്കി അക്കമ്മ ഹെർബൽസ് എന്ന പേരിൽ ഞാൻ സമൂഹത്തിന് സമർപ്പിക്കുന്നു.